ആതിര ജെയിനും കീർത്തന കേശവനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആതിരയും കീർത്തനയും പുലികളി സംഘത്തോടൊപ്പമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പുലികളൊക്കെ തയ്യാറായോ? 9:30 ഉദ്ഘാടനമാണ്, പിന്നെ ആട്ടമാണ്. വെരി ഗുഡ് മോർണിംഗ് മാധു. പുലികളെന്നല്ല, എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ആ ഓണം മൂഡിലേക്ക്, ഓണം വൈബിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മലയാളിയുടെ പൊന്നോണം എത്തി. ഇവിടെ എല്ലാം വർണ്ണാഭമായ കാഴ്ചകളാണ്. കലാകാരന്മാരൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ തൃപ്പൂണിത്തുറയാകെ നിറഞ്ഞുകൊണ്ട് ഇവരുടെ ആ കലാപ്രകടനങ്ങൾ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് അരങ്ങേറും. ഞങ്ങൾക്കൊപ്പം ഒരു ആശാനും പുലികളി സംഘവും ഇവിടെ നിൽക്കുകയാണ്. അവരിത് ആ ഓണത്തിന് വേണ്ടി ആ ഒരു അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളോട് നിൽക്കുകയാണ് അല്ലെ കീർത്തന? ആദ്യമായിട്ടല്ല അത്തച്ചമയൊക്കെ, എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളൊക്കെ. എന്താണ് ഇവരുടെയൊക്കെ പ്രകടനം, ഇനി വരാൻ പോകുന്നത് എന്താണെന്നുള്ള ഒരു ആ കാത്തിരിപ്പിലാണ് ഞങ്ങൾ. നമുക്ക് ഇവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ. അതെ, എന്തായാലും ഒരുപാട് ചരിത്രം പറഞ്ഞു, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാ വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞു. നമുക്ക് ഈ പുലിക്കളി ടീമിന്റെ വിശേഷം എന്താ? ഇവർ കുറെ നേരമായി ഇതേ ഈ ചേട്ടനൊക്കെ നീല പെയിന്റ് അടിച്ച പുലി സെറ്റാണ്. എന്താണ്, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റാണ്. നിങ്ങൾ എവിടെ നിന്ന് ആൾക്കാരാ? തൃശ്ശൂര്, വിയ്യൂര്. ഞങ്ങൾ കുറെ നാട്ടുകാരല്ലേ? അതാണ്, നമ്മളൊക്കെ തൃശ്ശൂരാരാ. ഇതേ ആശാനുണ്ട് ഇവിടെ, ആശാനോട് ചോദിക്കാം. നിങ്ങൾ തുടർച്ചയായി 2 വട്ടം കപ്പടിച്ച ടീമാണല്ലേ? 2 വട്ടം തുടർച്ചയായിട്ട് തൃശ്ശൂർ പുലിക്കളിക്ക് 1ാം സ്ഥാനം ലഭിച്ച ടീമാണ്. ഇവിടെ ഞങ്ങൾ 5ാമത്തെ തവണയാണ് വരുന്നത്. ഈ അത്തച്ചമയം കളറാക്കാൻ വേണ്ടി തൃപ്പൂണിത്തുറ നഗരസഭ ഒരു 2 മാസം മുന്നേ തന്നെ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ 1-2 വെറൈറ്റി കളറുകളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ എത്തിയിട്ടുള്ളത്. അതെ, ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടെ വയലറ്റ് പുലിയുണ്ട്, അവിടെ നീലപ്പുലിയുണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്. ഈ വയലറ്റും നീലൊക്കെ വരയൻ പുലിയുടെയും പുള്ളിപ്പുലിയുടെ ഇടയിൽ ഒരു സിംഹരാജാവ് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. സിംഹരാജാവാണല്ലേ? അതെന്താ, വെറൈറ്റി ആണോ? വെറൈറ്റി ആണ്. എന്താ അങ്ങനെ വെറൈറ്റി പിടിക്കാൻ കാരണം? സിംഹം രാജാവല്ലേ? സിംഹരാജാവായതുകൊണ്ട് ഒരു വെറൈറ്റി പിടിച്ചതാണ്. സിംഹം വരട്ടെ അല്ലേ? ഓക്കെ, നമുക്ക് 2 സ്റ്റെപ്പ് ഇട്ടാലോ? ഒരു വൈബാക്കാൻ 2 സ്റ്റെപ്പ് ഇട്ടാലോ ചേട്ടാ? ഓക്കെ, റെഡി. പാട്ട് പാടുവോ? അല്ലെ എനിക്ക് പഠിപ്പിച്ചെന്നാലും മതി, ഞാൻ റെഡി. ഓക്കെ, റെഡി. തുടങ്ങിക്കോ. ഓക്കെ, അത്തത്തോടുകൂടി തുടങ്ങണം. അപ്പൊ നമുക്കൊരു ആറാപ്പോ തുടങ്ങിയിട്ട് അപ്പൊ അതാണ്, എന്തായാലും വൈബാണ്. ഇവിടെ പുലിക്കളി ടീം സജ്ജാണ്. ബാക്കി നാടൻ കലാരൂപങ്ങൾ ഒരുപാടുണ്ട്. ഇപ്രാവശ്യം പ്രത്യേകമായിട്ട് ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ടല്ലേ? അപ്പോ ഒരുപാട് കലാരൂപങ്ങളുണ്ട്, കാളിരൂപങ്ങളുണ്ട്, അപ്പുറത്ത് ഒരുങ്ങുന്നുണ്ട്. ആദ്യമായിട്ട് അത്തച്ചമയ നഗറിൽ ഇത്തവണ കാളിരൂപ ഘോഷയാത്രയ്ക്കുണ്ട്. അതുപോലെ പല കലാകാരന്മാർ എല്ലാവരും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോലും ഇത് കാണാനായി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷത്തോടെ കളർഫുള്ളായ ഒരു ഓണക്കാലത്തിന് നമ്മൾ അങ്ങനെ തുടക്കമിടുകയാണ്. ആ ഒരു മൂഡിലേക്ക് ഇപ്പൊ പോയി കഴിഞ്ഞു. എല്ലാ കലാകാരന്മാരും ഇങ്ങനെ റെഡി ആയിട്ട് നമ്മൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങുന്ന ആ ഘോഷയാത്രയിലേക്കുള്ള ഒരു കാത്തിരിപ്പിലേക്കാണ് എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാധവ്, യെസ്, അപ്പോൾ കീർത്തനയും ഒപ്പം ആതിര ജെയിനുമാണ് പുലിക്കളി സംഘത്തോടൊപ്പമുള്ള വിവരങ്ങൾ നൽകിയത്. നീലപ്പുലി, മഞ്ഞപ്പുലി, പർപ്പിൾ പുലി, അതിനിടയ്ക്ക് സിംഹരാജൻ, അങ്ങനെ സമൃദ്ധമാണ് ഇത്തവണത്തെ പുലികളി. കഴിഞ്ഞ 2 തവണ തൃശ്ശൂർ പൂരത്തിന് പുലികളിക്ക് കപ്പടിച്ച ടീമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തച്ചമയം ഗംഭീരമാകും എന്നതിൽ സംശയമൊന്നുമില്ല. പുലികളൊക്കെ വടവിട്ടിറങ്ങും ഈ അത്തം നഗറിലേക്ക് എന്നാണ്.